നമസ്കാരം. സണ്ണി സീഡ്സ് PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫെബ്രുവരി PSC ബുള്ളറ്റിൻ സ്പെഷ്യലാണ്. അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പഠിക്കാം. പൊതുവിജ്ഞാന ദർപ്പണം. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951-52 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം. ഇന്ത്യയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപകൻ വില്യം ബെൻറ്റിക് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപകൻ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മലനിര ആരവല്ലിയാണ്. ഏറ്റവും പഴക്കമുള്ള മലനിര. ഇന്ത്യ ആദ്യ അന്റാർട്ടിക്കൻ പര്യടനം നടത്തിയ വർഷം 1982. ആദ്യ അന്റാർട്ടിക്കൻ പര്യടനം നടന്നത് 1982-ലാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ. നമുക്ക് ഇത്രയും ചോദ്യങ്ങളൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ആദ്യത്തെ പേയ്മെൻറ്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് 51-52. വില്യം ബെൻറ്റിക്കാരാണ്. ആദ്യ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപകനാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മലനിര ആരവല്ലി. ആദ്യ അന്റാർട്ടിക്കൻ പര്യടനം നടന്നത് 1982. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ. ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് 1948 ജനുവരി 30. നാഗാലാൻഡിൻ്റെ തലസ്ഥാനം കൊഹിമ. നാഗാലാൻഡ് കൊഹിമ. പാകിസ്ഥാൻ്റെ ദേശീയ ഫലം പൈനാപ്പിളാണ്. പാകിസ്ഥാൻ പൈനാപ്പിൾ. പാകിസ്ഥാൻ്റെ ദേശീയ ഫലം പൈനാപ്പിൾ. പാതിരാ സൂര്യൻ്റെ നാട് നോർവേ ആണ്. പാതിരാ സൂര്യൻ്റെ നാട് നോർവേ. പിക്വിക് പേപ്പേഴ്സ് രചിച്ചത് ആരാണ്? ചാൾസ് ഡിക്കൻസ് ആണ് പിക്വിക് പേപ്പേഴ്സ് രചിച്ചത്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി കരൾ. പുകയില വിരുദ്ധ ദിനം മെയ് 31. ഫിജിയുടെ തലസ്ഥാനം സുവ. ഫത്തേപൂർ സിക്രി നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? അക്ബർ ആണ്. ബഹിരാകാശ ഗവേഷണ കേന്ദ്രം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. ബിഗ് ബെൻ ക്ലോക്ക് എവിടെ സ്ഥാപിച്ചിരിക്കുന്നു? ലണ്ടനിലാണ് ബിഗ് ബെൻ ക്ലോക്ക് ഉള്ളത്. ലണ്ടൻ. ബുദ്ധൻ ജനിച്ച സ്ഥലം ലുംബിനി. ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം ധാക്ക. പ്രസിദ്ധമായ റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിൻറ്റിംഗ് വരച്ചത് ആരാണ്? തോമസ് ജോൺസ് ബർക്കറാണ് പ്രസിദ്ധമായ റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിൻറ്റിംഗ് വരച്ചത്. തോമസ് ജോൺസ് ബർക്കർ. പ്രാദേശിക സമയത്തിൽ 2 മണിക്കൂർ വ്യത്യാസമുള്ള സ്ഥലങ്ങളുടെ രേഖാംശങ്ങൾ തമ്മിൽ എത്ര ഡിഗ്രി വ്യത്യാസമുണ്ടായിരിക്കും? 30. മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. പെട്ടെന്ന് റിവൈസ് ചെയ്യാം. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് 1948 ജനുവരി 30. നാഗാലാൻഡ് കൊഹിമ തലസ്ഥാനം. പാകിസ്ഥാൻ പൈനാപ്പിൾ ദേശീയ ഫലം. പാതിരാ സൂര്യൻ്റെ നാട് നോർവേ. ചാൾസ് ഡിക്കൻസിൻ്റെ രചനയാണ് പിക്വിക് പേപ്പേഴ്സ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരൾ. മെയ് 31 പുകയില വിരുദ്ധ ദിനം. സുവയാണ് ഫിജിയുടെ തലസ്ഥാനം. അക്ബറാണ് ഫത്തേപൂർ സിക്രി നിർമ്മിച്ച മുഗൾ ചക്രവർത്തി. ബഹിരാകാശ ഗവേഷണ കേന്ദ്രം കേരളത്തിൽ തിരുവനന്തപുരത്താണുള്ളത്. ലണ്ടനിലാണ് ബിഗ് ബെൻ ക്ലോക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. ലുംബിനി ബുദ്ധൻ ജനിച്ച സ്ഥലമാണ്. ധാക്ക ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമാണ്. തോമസ് ജോൺസ് ബർക്കറിൻ്റെ പ്രസിദ്ധമായ പെയിൻറ്റിംഗ് ആണ് റിലീഫ് ഓഫ് ലക്നൗ എന്നുള്ളത്. പ്രാദേശിക സമയത്തിൽ 2 മണിക്കൂർ വ്യത്യാസമുള്ള സ്ഥലങ്ങളുടെ രേഖാംശങ്ങൾ തമ്മിൽ 30 ഡിഗ്രി വ്യത്യാസമുണ്ടായിരിക്കും. മഹാബലിപുരം തമിഴ്നാട്ടിലാണ് ഉള്ളത്. ക്ലിയർ? തുടർന്ന് പഠിക്കാം. പഞ്ചതന്ത്രം രചിച്ചത് വിഷ്ണു ശർമ്മ. രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം രചിച്ചത് കാളിദാസൻ. പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മ, രഘുവംശം കാളിദാസൻ. പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മ, രഘുവംശം കാളിദാസൻ. 2 നഗരങ്ങളുടെ കഥ ടെയിൽ ഓഫ് 2 സിറ്റീസ് ആരുടെയാണ്? ചാൾസ് ഡിക്കൻസിൻ്റെയാണ് 2 നഗരങ്ങളുടെ കഥ എന്ന നോവൽ. 2 ഇലകളും ഒരു മൊട്ടും എന്ന കൃതി രചിച്ചത് മുൾക്ക് രാജ് ആനന്ദാണ്. 2 ഇലകളും ഒരു മൊട്ടും എന്ന കൃതി മുൾക്ക് രാജ് ആനന്ദിൻ്റെയാണ്. 2 നഗരങ്ങളുടെ കഥ ചാൾസ് ഡിക്കൻസിൻ്റെയാണ്. 2 ഇലകളും ഒരു മൊട്ടും മുൾക്ക് രാജ് ആനന്ദിൻ്റെയാണ്. അടുത്തത് മകരക്കൊയ്ത്ത് ആരുടെ കൃതിയാണ്? വൈലോപ്പിള്ളി. നളിനി ആരുടെ കൃതിയാണ്? കുമാരനാശാൻ. അർത്ഥശാസ്ത്രം രചിച്ചത് ചാണക്യൻ. അമ്പലമണി സുഗതകുമാരി. മദർ അമ്മ രചിച്ചത് മാക്സിം ഗോർക്കി. അയൽക്കാർ എന്ന നോവൽ രചിച്ചത് കേശവദേവ്. പാണ്ഡവോദയം എന്ന മഹാകാവ്യം കൊച്ചുണ്ണിത്തമ്പുരാൻ. ആരാച്ചാർ KR മീരയുടെയാണ്. ഒന്നുകൂടി പറയാം. KR മീരയുടെയാണ് ആരാച്ചാർ. കൊച്ചുണ്ണിത്തമ്പുരാൻ്റെ മഹാകാവ്യമാണ് പാണ്ഡവോദയം. കൊച്ചുണ്ണിത്തമ്പുരാൻ എന്ന് ഓർക്കണം. പാണ്ഡവോദയം കൊച്ചുണ്ണിത്തമ്പുരാൻ.
കേശവദേവ് അയൽക്കാർ. കേശവദേവ് അയൽക്കാർ. അയൽക്കാർ എന്നത് കേശവദേവിൻ്റെ നോവലാണ്. മാക്സിം ഗോർക്കി അമ്മ. മാക്സിം ഗോർക്കിയുടെ നോവലാണ്, കൃതിയാണ് അമ്മ. മാക്സിം ഗോർക്കി അമ്മ. സുഗതകുമാരി അമ്പലമണി. ഓക്കെ, സുഗതകുമാരി അമ്പലമണി. അർത്ഥശാസ്ത്രം ചാണക്യൻ. അർത്ഥശാസ്ത്രം ചാണക്യൻ. നളിനി കുമാരനാശാൻ. നളിനി കുമാരനാശാൻ. മകരക്കൊയ്ത്ത് വൈലോപ്പിള്ളി. ക്ലിയർ? ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഡയബറ്റിസ് മെലിറ്റസ് ആണ് ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചെന്നൈയിലെ പെരമ്പൂരിലാണ് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ചെമ്മീനാണ്. രാഷ്ട്രപതിയുടെ മെഡൽ നേടുന്ന ആദ്യ മലയാള ചിത്രം. രാജാറാണി മ്യൂസിക് ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ് രാജാറാണി മ്യൂസിക് ഫെസ്റ്റിവൽ ഉള്ളത്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. അപ്പോൾ ഡയബറ്റിസ് മെലിറ്റസ് ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. പെരമ്പൂർ, ചെന്നൈയിലെ പെരമ്പൂർ എന്താ പ്രത്യേകതയുള്ളത്? ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി അവിടെയാണ്. ചെമ്മീനാണ് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ മലയാള ചിത്രം. രാജാറാണി മ്യൂസിക് ഫെസ്റ്റിവൽ ഒഡീഷയിലാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ജോൺ ഗുട്ടൻബെർഗ്. ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. ഗോര രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. അമേരിക്കയിൽ അടിമത്തം നിരോധിച്ച വർഷം 1863. ശ്രീമൂലം പ്രജാസഭയിലെ ആദ്യ ഹരിജൻ അംഗം അയ്യങ്കാളി. അയ്യങ്കാളിയാണ് ശ്രീമൂലം പ്രജാസഭയിലെ ആദ്യ ഹരിജൻ അംഗം. ശ്രീ ശങ്കരാചാര്യർ ജനിച്ച സ്ഥലം കാലടി. ഗ്രാൻഡ് കാനിയൻ ഏത് രാജ്യത്താണ്? USA ഗ്രാൻഡ് കാനിയൻ. 1951 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ഡോക്ടർ അംബേദ്കർ തീരുമാനിച്ചത്? ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനാണ് ഡോക്ടർ അംബേദ്കർ തീരുമാനിച്ചത്. 1956 മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? തിരുവിതാംകൂർ, കൊച്ചി, മലബാറാണ് 1956 മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന 3 ഘടകങ്ങൾ. മനുഷ്യഹൃദയത്തിൻ്റെ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? ഇടതു വെൻട്രിക്കിളിനാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തിയുള്ളത്. മനുഷ്യഹൃദയത്തിൽ ഇടതു വെൻട്രിക്കിളിനാണ്. അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമാണ് കാബൂൾ. അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1961. അഗർത്തല ത്രിപുരയുടെ തലസ്ഥാനമാണ്. അഗർത്തല എന്നത് ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്? ത്രിപുര. ഏത് രാജവംശത്തിൻ്റെ പ്രത്യേകതയായിരുന്നു? വിജയനഗരത്തിൻ്റെ പ്രത്യേകതയാണ് അയഗാർ സംവിധാനം. അസ്വാൻ ഡാം ഏത് രാജ്യത്താണ്? ഈജിപ്തിലാണ് അസ്വാൻ ഡാം. മിസോറമിൻ്റെ തലസ്ഥാനം ഐസ്വാൾ. മിസോറമിൻ്റെ തലസ്ഥാനം ഐസ്വാൾ. മുന്നിലേക്കും പിന്നിലേക്കും പറക്കാൻ കഴിയുന്ന പക്ഷി ഹമ്മിങ് ബേർഡ്. ഹമ്മിങ് പക്ഷിയാണ് മുന്നിലേക്കും പിന്നിലേക്കും പറക്കാൻ കഴിവുള്ള പക്ഷി. മൂത്രത്തിൽ എത്ര ശതമാനം ഗ്ലൂക്കോസ് ഉണ്ട്? 0%. 0. മൂത്രത്തിൽ എത്ര ശതമാനം ഗ്ലൂക്കോസ് ഉണ്ട്? 0. ആരോവില്ലി എവിടെയാണ്? പുതുച്ചേരി. ആരുടെ കാലത്താണ് ഹ്വാങ്സാങ് ഇന്ത്യയിൽ വന്നത്? ഹർഷൻ. ആരുടെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ്? കുറുമ്പൻ ദേവത്താൻ. കുറുമ്പൻ ദേവത്താൻ്റെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ്. ആസ്പിരിൻ ആദ്യമായി വേർതിരിച്ചെടുത്തത് ആരാണ്? ഹോഫ്മാനാണ് ആസ്പിരിൻ ആദ്യമായി വേർതിരിച്ചെടുക്കുന്നത്. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്. യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം തുർക്കി. ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരമാണ് ആദ്യത്തെ മലയാള പത്രം. ഇന്ത്യ ആദ്യമായിട്ട് കൃത്രിമ ഉപഗ്രഹമായി ആര്യഭട്ട വിക്ഷേപിച്ചത് എന്നാണ്? 1975 ഏപ്രിൽ 19. ഇന്ത്യ ഡിവൈഡഡ് വിഭക്ത ഭാരതം ആരുടെ കൃതിയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ കൃതിയാണ് ഇന്ത്യ ഡിവൈഡഡ് എന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ വർഷം 1929. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കുന്നത്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ പട്ടേലാണ് ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്ന തീയതി 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വരുന്നത് 2000 ഒക്ടോബർ 17. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ച വർഷം 1858. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹി.
സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 1858 ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചത്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ പട്ടേലാണ്. ഇന്ത്യ ഡിവൈഡഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ കൃതിയാണ്. ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം. യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്നത് തുർക്കിയാണ്. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്. ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2007. ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് ATM സ്ഥാപിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. റമിംഗ്ടൺ എന്നത് ഏതിൻ്റെ വ്യവസായ നാമമാണ്? ടൈപ്പ് റൈറ്ററിൻ്റെ വ്യവസായ നാമമാണ് റമിംഗ്ടൺ. ഉറുമ്പുകളെക്കുറിച്ചുള്ള പഠനം ഫോർമിക്കോളജിയാണ്. ഉറുമ്പുകളെക്കുറിച്ചുള്ള പഠനം. ഉടുമ്പൻ ചോല ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ് ഉടുമ്പൻ ചോല. ഋഗ്വേദകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി ആരായിരുന്നു? ഇന്ദ്രനായിരുന്നു ഋഗ്വേദകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഒറീസയുടെ പേര് ഒഡീഷ എന്നാക്കി മാറ്റിയത്? 96ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഒറീസയുടെ പേര് ഒഡീഷ എന്നാക്കി മാറ്റിയത്. എവിടുത്തെ ന്യൂസ് ഏജൻസിയാണ് ബർനാമ? ബർനാമ എവിടുത്തെ ന്യൂസ് ഏജൻസിയാണ്? ഇറാൻ. എത്യോപ്യയുടെ തലസ്ഥാനം ഏതാണ്? അഡിസ് അബാബയാണ് എത്യോപ്യയുടെ തലസ്ഥാനം. ഏറ്റവും പുരാതനമായ വേദം ഋഗ്വേദം. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള പദാർത്ഥം വജ്രം. ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ട്രക്കോമ? കണ്ണിനെ ബാധിക്കുന്നതാണ് ട്രക്കോമ. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത്? ആഗ്നേയ ഗ്രന്ഥി. ഏത് മൂലകം ചേർന്ന ലോഹസങ്കരമാണ് അമാൽഗം? മെർക്കുറി. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? സലീം അലി. ഒരു ക്വിൻ്റൽ എത്ര കിലോഗ്രാം? 100. ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖ കോണ്ടൂർ രേഖ. വാക്കുകളുടെ ഉത്ഭവത്തെയും വികാസത്തെയും കുറിച്ചുള്ള പഠനം എറ്റിമോളജി. ഓസോൺ പാളിയുടെ കട്ടി അളക്കുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ്. വാദം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? സന്ധികളിലാണ് വാദം ബാധിക്കുന്നത്. വിനയപത്രിക രചിച്ചത് തുളസീദാസ്. വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സ്. വിശ്വഭാരതി സർവകലാശാല സ്ഥാപകൻ ടാഗോർ. വിഡ്ഢികളുടെ ദിനം ഏപ്രിൽ 1. വിദൂര സൗന്ദര്യത്തിൻ്റെ നഗരം വാഷിംഗ്ടൺ DC. ശബരിമല ഏത് ജില്ലയിലാണ്? പത്തനംതിട്ടയിലാണ്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ ആദ്യ വനിതാ ഗവർണറായത് സരോജിനി നായിഡുവാണ്. കൈരളിയുടെ കഥ രചിച്ചത് N. കൃഷ്ണപിള്ള. ചൈനയുടെ നാണയം യുവാൻ. തെക്കൻ കൊറിയയുടെ തലസ്ഥാനം സോൾ. ബോർലോഗ് അവാർഡ് ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ്? കൃഷി. ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ചാർലി ചാപ്ലിൻ. ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഒപ്പുവെച്ച രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. കൽപ്പാക്കം ഏത് നിലയിൽ പ്രസിദ്ധമാണ്? അണുശക്തി നിലയം. കലിംഗ പ്രൈസ് ഏതു രംഗത്തെ മികവിനെ അംഗീകരിക്കാനാണ് നൽകുന്നത്? ശാസ്ത്രത്തെ ജനപ്രിയമാക്കുന്നതിനുള്ള പുരസ്കാരമാണ് കലിംഗ പ്രൈസ്. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രം. കാനഡയുടെ തലസ്ഥാനം ഒട്ടാവ. കൽപ്പാക്കം അണുശക്തി നിലയമാണുള്ളത്. ശാസ്ത്രത്തെ ജനപ്രിയമാക്കുന്നതിനുള്ള അവാർഡാണ് കലിംഗ പ്രൈസ്. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ളത് മധ്യപ്രദേശിലാണ്. പുരാതനമായ വേദം ഋഗ്വേദമാണ്. അഡിസ് അബാബ എത്യോപ്യയുടെ തലസ്ഥാനമാണ്. ഇറാനിലെ ന്യൂസ് ഏജൻസിയാണ് ബർനാമ. 96ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഒറീസയുടെ പേര് ഒഡീഷ എന്നാക്കി മാറ്റിയത്. ഉടുമ്പൻ ചോല ഇടുക്കിയിലാണ്. ഉറുമ്പുകളെക്കുറിച്ചുള്ള പഠനം ഫോർമിക്കോളജിയാണ്. മെർക്കുറി ഏത് മൂലകം ചേർന്ന ലോഹസങ്കരമാണ്? അമാൽഗം. മെർക്കുറി ചേർന്നതാണ്. ഒരു കുരുവിയുടെ പതനം സലീം അലിയുടെ ആത്മകഥയാണ്. ഒരു ക്വിൻ്റൽ എന്നത് 100 കിലോഗ്രാം ആണ്. വാദം ബാധിക്കുന്നത് സന്ധികളെയാണ്. വിനയപത്രിക തുളസീദാസിൻ്റെയാണ്. വിഡ്ഢികളുടെ ദിനം ഏപ്രിൽ 1. ശബരിമല പത്തനംതിട്ട ജില്ലയിലാണ്. കൈരളിയുടെ കഥ രചിച്ചത് N. കൃഷ്ണപിള്ള. ചൈനയുടെ നാണയം യുവാനാണ്. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഒപ്പുവെച്ചത് ശ്രീ ചിത്തിര തിരുനാൾ. ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ആരാണ് സംവിധാനം ചെയ്തത്? ചാർലി ചാപ്ലിൻ. തുടർന്ന് പഠിക്കാം. കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? അസം. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഏത് രാജ്യത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്? USA. കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ആന്ധ്രാപ്രദേശ്. കുന്തലത രചിച്ചത് അപ്പു നെടുങ്ങാടിയാണ്. കുന്തലത രചിച്ചത്. കുദ്രേമുഖ് അയൺ ഓർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുദ്രേമുഖ് അയൺ ഓർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടകം. ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയുടെ പേര് സബ്ലിമേഷൻ.
സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. സമാധാനത്തിൻ്റെ ചിഹ്നം പ്രാവ്. സരസദ്രുത കവി കിരീടമണി എന്നറിയപ്പെട്ടത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഗോഖലെ. സാരെ ജഹാംസെ അച്ഛ രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. സാംബിയുടെ തലസ്ഥാനം ലുസാക്ക. സിക്കിമിൻ്റെ തലസ്ഥാനം ഗാങ്ടോക്ക്. സിഖ് മതം സ്ഥാപിച്ചതാരാണ്? ഗുരു നാനാക്ക്. സുവർണ ക്ഷേത്രം എവിടെയാണ്? അമൃത്സറിൽ. ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ ആസൂത്രിത നഗരം ഗാന്ധിനഗർ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. കേരള നിയമസഭയിലെ ആകെ അംഗങ്ങൾ 141. കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ള. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈലാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ കരബന്ധ രാജ്യം വത്തിക്കാൻ. ലോകമാന്യ എന്നറിയപ്പെട്ടത് ലോകമാന്യ ബാലഗംഗാധര തിലക്. കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതി ഏതാണ്? കുടുംബശ്രീയാണ്. തുടർന്ന് നോക്കാം, കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ, നമുക്ക് ഇതുകൂടി കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. സ്ത്രീകൾക്ക് നിർബന്ധിത സൈനിക സേവനം വ്യവസ്ഥ ചെയ്യുന്ന ഏക രാജ്യം ഇസ്രായേലാണ്. സ്ത്രീകൾക്കെതിരായ വിവേചനം ഇല്ലാതാക്കാൻ 1986 പാസ്സാക്കിയ നിയമം ഏതാണ്? സ്ത്രീധന നിരോധന നിയമമാണ്. സ്കർവി എന്ന രോഗം ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാകുന്നത്? വൈറ്റമിൻ സി. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ലൈനാക്കാണ്. ഹർഷചരിതം ആരാണ് രചിച്ചത്? ബാണഭട്ടൻ. ഖാനയുടെ തലസ്ഥാനം അക്ര. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. ഹിറ്റ്ലർ ഫ്യൂറർ സർവാധികാരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച വർഷം 1934. ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം എവിടെയാണ്? മേപ്പാടി തടാകമാണ് ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം, മേപ്പാടി. ഹംഗറിയുടെ തലസ്ഥാനം ബുഡാപെസ്റ്റ്. റിവ്രിസ് മ്യൂട്ടേഷൻ സിദ്ധാന്തം പ്രസിദ്ധീകരിച്ചത് 1901. ചരിയുന്ന ഗോപുരം എവിടെയാണ്? പിസ ടവറാണ്. ചാവുകടലിലെ ഉപ്പിൻ്റെ ശതമാനം 24. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ലാൽ ബഹദൂർ ശാസ്ത്രി. പെനാൽറ്റി കോർണർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫീൽഡ് ഹോക്കി. ക്രെംലിൻ എവിടെയാണ്? മോസ്കോ. മെർസ് രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? സൗദി അറേബ്യ. ഐക്യരാഷ്ട്രസഭാ ദിനം ഒക്ടോബർ 24. ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആർതർ കോനൻ ഡോയലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് എവിടെയാണ്? ഭോപ്പാൽ. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകാര്യം. ടാക്സോണമിയുടെ പിതാവ് കാൾ ലിനിയൻസ്. ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യ ഇന്ത്യൻ താരം വിശ്വനാഥ് ആനന്ദ്. ജെറ്റ് വിമാനം പറത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ കമാൻഡർ സൗദാമിനി ദേശ്മുഖ്. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡാണ്. മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമാകുന്നു. ടെലസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹം യുറാനസ്. ടെലിവിഷൻ കണ്ടുപിടിച്ചത് ജോൺ എൽ ബേർഡ് ആണ്. ഐക്യരാഷ്ട്രസഭാ ദിനം ഒക്ടോബർ 24. മെർസ് രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് സൗദി അറേബ്യ. ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആർതർ കോനൻ ഡോയൽ. കാൾ ലിനിയസ് ആണ് ടാക്സോണമിയുടെ പിതാവ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ. ഏറ്റവും നീളം കൂടിയ നദി നൈലാണ്. ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ സിറ്റി. ലോക്മാന്യ എന്നറിയപ്പെടുന്നത് ബാൽ ഗംഗാധര തിലക്. ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതി കേരളത്തിലേത്? കുടുംബശ്രീയാണ്. ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ ആസൂത്രിത നഗരം ഗാന്ധിനഗർ. സുവർണക്ഷേത്രം അമൃത്സറിലാണ്. സിക്കിമിൻ്റെ തലസ്ഥാനം ഗാങ്ടോക്ക്. സാരെ ജഹാംസെ അച്ഛ രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെയാണ്. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.